ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് സസ്വാഗതം. രണ്ടാമത്തെ ദിവസം ഓഫ് ജോലിക്ക് പോക്ക്, യൂഷ്വൽ ജോലിക്ക് പോക്ക്. ഹെഡായിട്ട് ഒന്നും പറയണ്ട. ഇന്നലത്തെ കാര്യങ്ങൾ നിങ്ങളും കണ്ടതല്ലേ. തിരിച്ച് റൂമിലെത്തിയിട്ട് ഉറക്കം കാര്യങ്ങൾ എന്തൊക്കെയോ ഉറങ്ങിയിട്ടുണ്ട്. അത് പോട്ടെ, ഇന്നലത്തെ കാര്യം ഓർത്ത് ഇന്ന് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇന്നെങ്ങനെയും ഉറങ്ങാൻ നോക്കണം മര്യാദയ്ക്ക്. ഇന്നലെ ടാക്സിയൊക്കെ വിളിച്ചിട്ട് തിരിച്ചത് ആകാശം എങ്ങനെയല്ലേ ഞാൻ കമ്പനിയിൽ നിന്ന് അടിച്ചുണ്ടാക്കും, അല്ലാണ്ട് പറ്റൂല. കാരണം അവർക്ക് വേണ്ടി നിൽക്കുമ്പോൾ അവരെനിക്ക് ടാക്സി കാശ് തരും, തരുത്തിക്കും. അങ്ങനത്തെ ഒരു വാക്കുണ്ടോ അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി ജോലിക്ക് പോവുക. ഇന്ന് പക്ഷേ ഞാൻ നേരത്തെ അവസാനിപ്പിക്കാൻ നിൽക്കില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഇതേവരെ കണ്ടെത്തിയിട്ടില്ല. ഇന്ന് പോയിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. എന്തെങ്കിലും കാണും, കൂട്ടി വന്നാൽ പോരെ. റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അഡ്വാൻസ് ചെയ്ത് ചിലപ്പോൾ തെറ്റും, എന്നാലും ഉണ്ടാക്കി വയ്ക്കും. പറ്റാവുന്ന പോലെ ഒക്കെ ചെയ്യും, ശരിയാവുമായിരിക്കും. അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം എനിക്കൊരു 3 മണി 4 മണി ആകുമ്പോഴേക്ക് ഇറങ്ങണം. പക്ഷെ സ്റ്റുഡിയോ 8 മണി വരെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. പിന്നെ ആൾക്കാരും കുറവാണ്. ഒരു 9 ആൾക്കാർ വേണമായിരുന്നു, 6 ആൾക്കാരേ ഉള്ളൂ. എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. അതേപോലെ തന്നെ ക്ലൈമറ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് കൂടിയിട്ടില്ല. ഇനി തണുക്കില്ലാന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം തണുപ്പ് വയ്യ. അത്രയൊക്കെ തന്നെ. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ആർഭാടാക്കില്ല നമുക്ക് പ്രതീക്ഷിക്കാം. ഈശ്വര, വലിയ പ്രശ്നങ്ങളൊന്നും പറ്റല്ലേ. കാരണം ഇന്ന് നേരത്തെ പറഞ്ഞല്ലോ, ആരെങ്കിലും തനിക്ക് കൂട്ടലും പരിപാടികളൊക്കെ എടുത്ത് വെക്കാൻ വേണം, പ്രശ്നങ്ങൾ പറ്റാണ്ടിരിക്കണം. കാരണം ഞാൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ തലയിലേക്ക് ഇൻഡയറക്റ്റ്ലി വരും. കാലത്തെ യുദ്ധക്കളം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതെങ്ങനെ മുങ്ങുമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ മുങ്ങിയേ പറ്റൂ. കാരണം നമുക്ക് മറ്റേ ട്രിപ്പ് പോകണമല്ലോ. ഇവിടെ കാലത്തെ യുദ്ധക്കളം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവന്മാർ പാക്കിങ്ങിനാണ്. ഡോക്ടർ അവിടെ ഉണ്ട്, മായ ഇവിടെ ഉണ്ട്, മൂസ ഇവിടെ ഉണ്ട്, അലീൻ ഇവിടെ ഉണ്ട്, അഗ്നേഷ്ക്ക് ഇവിടെ ഉണ്ട്, 2-3 പേര് അപ്പുറത്തും ഉണ്ട്. കാലത്തെ യുദ്ധക്കളം മൊത്തം ഒതുങ്ങിയില്ല, എന്നാലും ഒരു പരുവത്തിൽ ഒതുങ്ങിയിട്ട് എല്ലാവരും പാക്ക് ചെയ്യാൻ കയറി. ഇവനാണ് ഈ ഒച്ചയുടെ ആള്. ഇവൻ മൂസ, അവനാണ് നമ്മുടെ ആള്. ഈ ഒച്ചയും ബഹളമൊക്കെ എടുക്കുന്നത്. ഇപ്പം ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനാണ് ഈ പറയണ പൂട്ടാൻ പോണേ. കാരണം അവൻ എത്ര മണിക്കൂർ എന്നാലും വലിയ പ്രശ്നമില്ല, അതെല്ലാം നാട്ടിലേക്കും പോവാണ്. അപ്പോൾ 1 മണിക്കൂർ കിട്ടേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അവൻ നിന്നോളും. ഇവിടെ ഒന്നാമത്തെ ആൾക്കാർ ഡോക്ടർ സാർ, വയൽ, അവർ ന്യൂയോർക്കേഴ്സ്, മായ, our geology Agnieszka, sociology Alina, and who are you? I forgot. I know. Oh, international relation or MBA or something he's studying. Yes. അപ്പം അങ്ങനെ പോകുന്നു. ഇനി എന്താവുന്നു എനിക്കറിയാൻ പാടില്ല, എന്നാലും ഇങ്ങനെ പോകുന്നു. ഇടയിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ഞാൻ താഴേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. ഉണ്ടായ സംഭവം എന്താണെന്ന് അറിയോ? ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു മുതല് പൊട്ടിപ്പൊളിഞ്ഞു. ഈ കുട്ടൻ കാണുമ്പോൾ വലിയ വില തോന്നില്ല, എങ്കിലും ഇവൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. നോ, അത് പൊട്ടിയേക്കണ കണ്ട. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധനം പൊട്ടിപ്പൊളിഞ്ഞു മോനെ. അതിൻ്റെ തലവേദനയിലായിരുന്നു ഞാൻ കാലത്ത് തൊട്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തിന് ലക്ഷങ്ങൾ വില പറഞ്ഞിട്ട് എന്താ കാര്യം? വട്ടം പൊട്ടി. ഇനി ഇത് പ്രിപ്പയർ ആക്കാൻ ലക്ഷങ്ങൾ തന്നെ പറയുന്നത്. അതിൻ്റെ തലവേദനയിൽ ഒരു ക്യാൻസൽ ചെയ്യൽ പരിപാടികളൊക്കെ ആയിട്ട് നിക്കക്കളി ഉണ്ടായിട്ടില്ല ഇന്നത്തെ ദിവസം. ഞാനിപ്പോൾ ഒരു 1/4 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. പിന്നെ എൻ്റെ മുട്ടയാണ് കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. ഇവൻ കൊളാക്കിയാൽ എൻ്റെ കാര്യം ഗോപി. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടോ, ഷൂട്ട് ചെയ്ത് കളിക്കാൻ എല്ലാവരും. ഇവിടെയും എല്ലാവരും ഷൂട്ട് ചെയ്ത് കളിക്കുന്നു. ഞാൻ വീട്ടിൽ പോകാൻ പോകുന്നു. മുട്ട ഇൻചാർജ് സന്തോഷകരമായി ഞാനുള്ള ദിവസം തന്നെ ക്യാമറയും പൊട്ടി. അതുകൊണ്ട് അങ്ങനെയൊക്കെ ജോലി കഴിഞ്ഞ് ഇറങ്ങി. കൊളാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇറങ്ങാം, അല്ലാണ്ട് എന്തു പറയാൻ പറ്റും. കാരണം എനിക്ക് ഇൻറ്റേൺഷിപ്പിന് പോകാൻ വേണം, ഇവിടുത്തെ പണി പോകാതിരിക്കുകയും വേണം. നമ്മുടെ മുട്ട പണിയാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. അവൻ്റെ അവസാനത്തെ ആഴ്ചയാണ്, അവൻ നാട്ടിലേക്ക് പോവാണ്.
അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ചത്തോട് ഞാൻ ആരെ റിലേ ചെയ്യുമെന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല. എന്തായാലും ആവട്ടെ, വരുന്നത് പോലെ അല്ലേ. ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ കാലത്ത് തന്നെ ഒരു ഫോട്ടോഗ്രാഫർ ആ ക്യാമറ ഇങ്ങനെ ഒരു താഴേക്ക് ഇട്ട് ആ ലെൻസും പൊട്ടിച്ച്, പിന്നെ ഇത് അടുത്ത ദിവസത്തെ അതായത് നാളത്തേക്ക് ഷെഡ്യൂൾ ചെയ്തേക്കുന്ന കാര്യങ്ങൾ തുടങ്ങി എല്ലാം മാറ്റണം. കാരണം എക്സ്ട്രാ ലെൻസ് വേറൊരുത്തം പൊട്ടിച്ചു, എല്ലാം കാലക്കേടിൻ്റെ സമയം. അപ്പം നാളത്തെ സമയം മാറ്റൽ പരിപാടികൾ ഒക്കെ ആയിട്ട് ഇന്ന് സത്യം പറഞ്ഞിട്ട് നിലത്തിരുന്നിട്ടില്ല. ഇന്നിപ്പോൾ ആകെ കുറച്ച് മണിക്കൂറുള്ളതെങ്കിലും നമുക്ക് ഷിഫ്റ്റ് തീരുന്ന 1 മണിക്കൂർ എഴുതാൻ പറ്റും. കാരണം മാനേജർ ഇങ്ങനെയാണെങ്കിലും ഇന്ന് ഇരുന്നിട്ടില്ല. ഇന്ന് എന്തായാലും ഇഷ്ടംപോലെ മണിക്കൂറിനുള്ള പണി ഇരുന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് പൊട്ടി. പിന്നെ ഇടയ്ക്ക് വെച്ച് വൈഫൈ കംപ്ലൈൻറ്റ് വന്നു, ടവരെ ശരിയാക്കാൻ വിളിക്കൽ, എൻ്റെ പൊന്നടാവേ ഒരുപാട് കാര്യങ്ങളായിരുന്നു. ആരോട് പറയാൻ, എന്ത് പറയാൻ. പണിയെടുക്കുക, കാശുണ്ടാക്കുക, ആ മൈൻഡ് സെറ്റിൽ അങ്ങോട്ട് പോകാം. അങ്ങനെ അവസാനം നടന്ന് നമ്മുടെ ട്രാം സ്റ്റോപ്പിലേക്ക് എത്തി. നമ്മൾ ആദ്യമായിട്ടാണ് നടന്ന് എത്തുന്നത്, പൊതുവെ ഓടി എത്താറ്. ഇത് നേരത്തെ ഇറങ്ങുന്നതുകൊണ്ടായിരിക്കും. ഇനി നമ്മുടെ പരിപാടി തിരിച്ച് വീട്ടിൽ പോക്ക്. ഇവിടുന്ന് 45 മിനിറ്റ് കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. അത് കഴിഞ്ഞൊരു 1 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ കാറ് കയറുന്നു, യാത്ര പോകുന്നു. ട്രാം ഞാൻ പറഞ്ഞ പോലെ എത്തി. ഇനി നമ്മുടെ പരിപാടി പോക്കാണ്, ഒരു യാത്ര. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. എന്താവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഒത്താൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പണി പാളും. അപ്പം ഞാൻ റൂമിലെത്തി, റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, കിച്ചണൊക്കെ ഒന്ന് തുടച്ചു, ഗാർബേജ് കൊണ്ട് കളഞ്ഞു. നിങ്ങളോട് കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് ബ്രീഫ് ചെയ്ത് പറയണ്ടേ. അപ്പോൾ ഇനി അടുത്ത 5 ദിവസം നമ്മൾ സ്ലോട്ടർ ട്രിപ്പ് പോവുകയാണ്. മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, എന്നാലും 5 ദിവസം സ്ലോട്ടർ ട്രിപ്പ് പോവുകയാണ്. അതിനകത്ത് 3 ദിവസം നമ്മൾ 5 ദിവസം നമ്മൾ കൗ ഫാമിൽ പോകുന്നുണ്ട്, കൗ സ്ലോട്ടർ ഹൗസിൽ പോകേണ്ടി വരും. എൻ്റെ കൂട്ടത്തിൽ 2 ദിവസം വ്യാഴവും വെള്ളിയും നമ്മൾ ചിക്കൻ സ്ലോട്ടർ ഹൗസിലും പോകേണ്ടി വരും. ഇതെന്തിന് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാൻഡേറ്ററി ആണ്, പോയേ പറ്റൂ. എന്നാലാണ് നമ്മൾ ഈ വർഷം പാസ്സാക്കി വിടുള്ളൂ. നമുക്ക് പൊട്ടിയ പരീക്ഷ ഉണ്ട്, അതും പാസ്സാവണം. അതിൻ്റെ കൂട്ടത്തിൽ ഇതും ചെയ്തേ പറ്റൂ. 2 ആഴ്ച സ്ലോട്ടർ ഹൗസ്. പക്ഷേ നമ്മൾ പോളണ്ടിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് 1 ആഴ്ച എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എനിക്ക് അറിയാൻ പാടില്ല. 1 ആഴ്ച ചെയ്താൽ മതി. പ്ലസ് 1 മാസം ക്ലിനിക് പ്രാക്ടീസും ചെയ്യണം. അത് ഞാൻ യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ വേറെ ക്ലിനിക്കിലൊക്കെ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ജോലിയും എല്ലാവരും, അതേപോലെ അക്കോമഡേഷൻ വേറൊരു സ്ഥലത്ത് 1 മാസം നിന്ന് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് താങ്ങത്തില്ല. അങ്ങനെ പല കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ യൂണിവേഴ്സിറ്റി തന്നെ ചെയ്യാം. അതിൻ്റെ ആ ഇൻറ്റേൺഷിപ്പിൻ്റെ ആ പരിപാടി ഞാൻ പിന്നെ പറയാം. കാരണം അത് വരുമ്പോൾ എന്തായാലും നിങ്ങളെ ഞാൻ അറിയിക്കുമല്ലോ. ഇപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് സ്ലോട്ടർ ട്രിപ്പിന് പോകണം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തെയാണ് ഇൻറ്റേൺഷിപ്പ്. 1 ആഴ്ചത്തേക്ക് നിന്നാൽ മതി. ഭാഗ്യം 2 ആഴ്ചത്തേക്ക് ആയിരുന്നെങ്കിൽ 900 സ്ലോട്ടി കൊടുക്കേണ്ടി വന്നേനെ. 1 ആഴ്ചത്തേക്ക് 450 സ്ലോട്ടി കൊടുക്കണം. 5 ദിവസത്തേക്ക് പെർ ഡേ 90 സ്ലോട്ടി വെച്ചാണ് റെൻറ്റ് വരണേ. ഒരു റിലേക്സ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചേക്കണേ. അവിടെ പോകുന്നു. അവിടെ കിച്ചൺ കാര്യങ്ങളൊന്നും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പില്ലായിരുന്നു, പാടായിരുന്നു. അറിയാൻ പാടില്ല അവിടെ ചെന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പേരത്തെ ക്രോസാൻസും അതേപോലെ കാൻഡ് ട്യൂണയും കാര്യങ്ങളൊക്കെ മേടിച്ചേക്കണേ. ഇത്തവണ ശരിക്കും ഞാൻ അന്വേഷിക്കും, ഉള്ള കടകളായ കടകൾ മുഴുവൻ തപ്പും. ഒത്താൽ ഒത്തു, ഇല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കഴിച്ചിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ 3 ദിവസം ഇൻറ്റേൺഷിപ്പിന് പോയപ്പോൾ തെണ്ടിപ്പോയിരുന്നൊരു കട കിട്ടാനോ കാര്യങ്ങൾക്കൊക്കെ എത്തിനായിട്ട്. കാരണം ആ സമയത്ത് ഞാൻ പോയ സ്ഥലം ഒരു ശ്മശാനം പോലെ ആയിരുന്നു, ഒരു ആൾക്കാർ പോലും ഉണ്ടായിരുന്നില്ല. ഇത്തവണ പോകുമ്പോൾ നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരിക്കും. കാരണം സമ്മർ ആയതുകൊണ്ട് തന്നെ യൂറോപ്യൻസിന് പ്രാന്ത് കയറി തെണ്ടാൻ ഇറങ്ങുന്ന സമയമാണ്. അറിയാൻ പാടില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഒത്താൽ ഒത്തു, ഒത്തില്ലെങ്കിൽ ഒത്തില്ല. എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ 3 ദിവസം പിടിച്ചേക്കാനുള്ള 5 ദിവസം പിടിച്ചേക്കാനുള്ള ക്രോസാൻസ് ഉണ്ട്, കാൻഡ് ട്യൂണ ഉണ്ട്, 5 ലിറ്റർ വെള്ളമുണ്ട്, മതിയാവും. ഇതൊക്കെ വെച്ച് എന്ത് പ്രളയം കണ്ടാൽ നമുക്കാണ് വേറെ ബുദ്ധിമുട്ട്. പ്രളയം, യുക്രൈൻ റഷ്യ വാർ എന്തൊക്കെ കണ്ടേക്കണം, പിടിച്ചേക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനിയിപ്പോൾ കടകളുണ്ടെങ്കിൽ നമ്മൾ 1 ദിവസം പോയി പോർക്ക് മേടിക്കും, 1 ദിവസം പോയി സാമ്പാർ ഉണ്ടാക്കണ്ട, പോർക്കിറച്ചി തന്നെ വെച്ച് പിടിക്കും. കാരണം ഇഷ്ടംപോലെ സ്ലോട്ടർ ഹൗസ് ഉള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോണേ. പറ്റിയാൽ നമ്മൾ പോണ കശാപ്പുശാലയിൽ തന്നെ ബീഫ് മേടിച്ച് 1 ദിവസം പിടിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തേക്കണം. പക്ഷെ അത് നടക്കില്ലയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം കടകളുടെ ഒരു ക്ഷാമം നല്ല രീതിയിലുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകാൻ പോണേ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഗാർബേജൊക്കെ കളഞ്ഞു, ഒന്നും കൂടി നോക്കണം. കാരണം ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ സാനിറ്ററി ബുക്ക് വേണം. പിന്നെ ഈ യൂണിവേഴ്സിറ്റിക്കാരൻ എന്താക്കുന്ന ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, അതാണ് നമ്മൾ ഫില്ല് ചെയ്ത് തിരിച്ച് കൊടുക്കേണ്ടത്. അത് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഡോക്യുമെൻറ്റ്സ് ആയിട്ട്. എന്നിട്ട് ബാക്കി ചെയ്യണം പോകണം. നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ കാറിലാണ് പോകണത്. ഞങ്ങൾ മൊത്തം 9 പേരുണ്ട്. പോളിഷ് ഡിവിഷൻ ഒരു 4 പേര്, പിന്നെ ഇംഗ്ലീഷ് ഡിവിഷനിൽ നിന്ന് 5 പേര്, 2 പേര് ട്രെയിനിൽ വേറെ റൂട്ട് പോയി, 3 പേര് ഞങ്ങൾ കാറിൽ പോകണു. ഞങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കണേ. ഞങ്ങൾ അങ്ങനെ പോകണം. അങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു ബ്രീഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെന്ന് കഴിഞ്ഞ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ആ റിസോർട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിറ്റ് ഹോളാണ്.
അവിടെ വൈഫൈ ഇല്ല. അപ്പം ഞാൻ നെറ്റ് എങ്ങനെ കണ്ടെത്തുമെന്ന് എനിക്കറിയാൻ പാടില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. പക്ഷേ കണ്ടെത്തും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഒരു നെറ്റിനൊരു വഴി കണ്ടെത്താൻ നോക്കും. അതേപോലെ ബീച്ച് അവിടെ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ബീച്ച്. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അതും ചെയ്യാൻ പറ്റും. എന്താണെന്ന് അറിയാൻ പാടില്ല, പോയി നോക്കാം. ഒത്താൽ ഒത്തു, ഒത്തില്ലെങ്കിൽ സഹിക്കുക. അപ്പം അത്രയൊക്കെ തന്നെ. എന്തായാലും നമുക്ക് പോകാം. ഇനി ഒന്ന് കുളിക്കണം, കുളിച്ച് കുട്ടപ്പനായിട്ട് കയറാൻ പോകാം. പോയി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ അവിടെ നിന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്.